കഴുകൻ താണ് പറക്കട്ടെ, അറബിക്കടലല്ല ഞെട്ടട്ടെ, വേട്ടപ്പട്ടികൾ കുരയ്ക്കട്ടെ. ഇത് മാത്രമേ ഉള്ളൂ ചിലരോട് പറയാൻ. എൻ്റെ കമന്റിന്റെ താഴെ വന്ന് ഇന്ത്യ തോക്കുമെന്ന് പറഞ്ഞ കുറെ എണ്ണത്തിനോട് ഇത് മാത്രമേ ഉള്ളൂ പറയാൻ. നിങ്ങൾ ഇങ്ങനെ കുരച്ചോണ്ടേ ഇരുന്നോ, നമ്മുടെ മൈറ്റി ഇന്ത്യൻസ് ഇങ്ങനെ ജയിച്ച് കപ്പുകളുമായിട്ട് ഇതാ മുമ്പോട്ട് പോകുന്നു. ഒരു മടിയും കൂടാതെ വിളിക്കാം. നമുക്ക് മൈറ്റി ആസ്ട്രേലിയ എന്ന് വിളിക്കാമെങ്കിൽ ഒരു 90s-ലും 2000-ലും ആസ്ട്രേലിയയുടെ പീക്കില് ആസ്ട്രേലിയയുടെ ബെസ്റ്റ് കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ടൈമാ, ഇന്ത്യൻ ടീമിന്റെ ടൈമാ, ഇത് വുമൻസ് ടീമിന്റെ ടൈമാ, ഇത് അണ്ടർ-90 ടീമിന്റെ ടൈമാ, ഇത് മെൻസ് ടീമിന്റെ ടൈം. അതാ ബാക്ക് ടു ബാക്ക് കിരീടം നേടുന്നു. ഇതുവരെ ഒരു ടീമിന് നേടാൻ കഴിയാത്ത നേട്ടം ഇന്ത്യ സ്വന്തമാക്കുന്നു. ഇതുവരെ നോക്കുവാണെങ്കിൽ ഒരു ഹോസ്റ്റ് നേഷൻ ഇതുവരെ ഒരു T20 ടൈറ്റിൽ സ്വന്തമാക്കിയിട്ടില്ല. മൈറ്റി ഇന്ത്യൻ സ്വന്തമാക്കി. നോക്കുവാണെങ്കിൽ ബാക്ക് ടു ബാക്ക് ഒരു ടീം T20 വേൾഡ് കപ്പിൽ ജയിച്ചിട്ടില്ല. മൈറ്റി ഇന്ത്യൻസ് ആണ്ടെ സ്വന്തമാക്കി. നമ്മുടെ മണ്ണി, ഞാൻ പറഞ്ഞതുപോലെ നമ്മളെ തോൽപ്പിക്കാൻ ആരുണ്ട്? നമ്മുടെ മണ്ണി വന്ന് നമ്മളെ തോൽപ്പിക്കാൻ നമുക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ഇന്ന് താണ്ടെ അഹമ്മദാബാദിന്റെ മണ്ണില് 2023 തല കുനിച്ച് അഹമ്മദാബാദിന്റെ മുമ്പിൽ താണ്ടെ തല ഉയർത്തിപ്പിടിച്ച് വിളിച്ചു പറയും ജയ് ഹിന്ദ് എന്ന്. നമ്മുടെ ഫ്ലാഗ് ഉണ്ടല്ലോ ഉയരത്തില്ല, ഇന്ന് പാറി പറക്കുവാണ് മൈറ്റി ഇന്ത്യൻസിന്റെ ഫ്ലാഗ്. അഹമ്മദാബാദിന്റെ മണ്ണ് അങ്ങോട്ട് പോലെ, ചെകുത്താന്റെ കോട്ടയാണേ, ശപിക്കപ്പെട്ട ഒരു ഗ്രൗണ്ടാണേ, തോക്കും എന്ന് പറഞ്ഞവർ എന്തായി? തോറ്റോ? ഈസി ആയിട്ടാണ് പുഷ്പം പോലെ ജയിച്ചില്ല, വൺ സൈഡഡ് ആയിട്ട് ജയിച്ചില്ല. 90 റൺസിനൊക്കെ T20 വേൾഡ് കപ്പിൽ ജയിക്കുക എന്ന് പറഞ്ഞാൽ ന്യൂസിലാൻഡിനെ ഒന്നും ഇല്ലാതാക്കി കളഞ്ഞില്ലേ? ന്യൂസിലാൻഡിന്റെ ബോളർമാർ താണ്ടെ പുറഞ്ഞം തല്ലിയില്ലേ? ഫെർഗൂസൻ 2 ഓവർ എറിഞ്ഞുകൊണ്ട് ഓടിയില്ലേ? രച്ചിൻ രവീന്ദ്രൻ എന്ന് പറഞ്ഞ മിസ്റ്ററി സ്പിന്നർ എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് രച്ചിൻ രവീന്ദ്രനെ അടുപ്പിച്ച് 3 സിക്സ് അടിച്ചില്ലേ? ഫെർഗൂസനെ ഒരു ഓവറിനകത്ത് 3 സിക്സ് അടിച്ചില്ലേ? ന്യൂസിലാൻഡ് താണ്ട് ഒന്നും അല്ലാതാക്കിയില്ലേ മൈറ്റി ഇന്ത്യൻസ്? ഇതാണ് മൈറ്റി ഇന്ത്യൻസ് ടീം. ഇന്ത്യൻ ടീമിന് മനസ്സിലായി അഹമ്മദാബാദിന്റെ മണ്ണിൽ എങ്ങനെയാ ജയിക്കേണ്ടതെന്ന്. എപ്പോഴാ മനസ്സിലായെന്ന് അറിയാമോ? സൗത്ത് ആഫ്രിക്ക നല്ല ഒരു അടി കൊടുത്ത്, ആ അടിയിൽ ഈഗോ എല്ലാം എടുത്ത് വെള്ളത്തിലോട്ട് എടുത്ത് എറിഞ്ഞിട്ട് ടീമിൽ ചേഞ്ചസ് വരുത്തി. സൗത്ത് ആഫ്രിക്ക നല്ല പച്ച വെള്ളം പോലെ എക്സ്പോസ് ആക്കി വിട്ടു. ഹെവി ലെഫ്റ്റ് ഹാൻഡ് സൈഡുമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഇന്ത്യൻ ടീമിനെ ഇത്രയുള്ളൊന്ന് എക്സ്പോസ് ആക്കി ഇന്ത്യ ഉണർന്നു. ഞാൻ വിചാരിക്കുന്നു ഏറ്റവും ബെസ്റ്റ് മൂവ്മെന്റ് ഈ T20 ഏറ്റവും ബെസ്റ്റ് മൂവ്മെന്റ് ഏതാന്ന് ചോദിച്ചാൽ ആ ഒരു തോൽവിയായിരുന്നു. പക്ഷെ ആ തോൽവി നമ്മളെ പ്രയാസപ്പെടുത്തി. ചന്ദ്രൻ തെങ്ങിന്ന് താഴോട്ട് ഇറങ്ങണം, ചന്ദ്രൻ തെങ്ങിന്ന് മേളിലോട്ട് കയറണം, സൗത്ത് ആഫ്രിക്ക അവരെ തോൽപ്പിക്കണം, സിംബാബ്വെ ഇവരെ തോൽപ്പിക്കണം, വെസ്റ്റ് ഇൻഡീസ് അവരെ തോൽപ്പിക്കണം. നമ്മുടെ കയ്യിലല്ലായിരുന്നു കാര്യങ്ങൾ. പക്ഷെ ആ തോൽവിക്ക് ശേഷം നോക്കുവാണെങ്കിൽ ഇന്ത്യൻ ടീം തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല. ഇന്ത്യൻ ടീമിൽ വരുത്തിയ മാറ്റങ്ങൾ ഇന്ത്യൻ ടീമിനെ മുമ്പോട്ട് നയിച്ചു. അതിൽ ഗൗതം ഗംഭീർ ആയാലും സൂര്യകുമാർ യാദവ് ആയാലും ടീം മാനേജ്മെന്റ് ആയാലും ഒരു അടി കിട്ടിയപ്പോഴത്തേന് തിരുത്താൻ ശ്രമിച്ചു. ശുഭ്മൻ ഗില്ലിനെ ടീമിലോട്ട് കൊണ്ടുവന്നു റോങ് ടൈമിൽ, അത് തിരുത്തി ഇഷാൻ കിഷനെ കൊണ്ടുവന്നു. അത് ഇന്ത്യക്ക് ബെനിഫിറ്റ് ചെയ്തു. അഹമ്മദാബാദിന്റെ തോൽവി ഏറ്റു. ഇന്ത്യൻ ടീം ബെസ്റ്റ് ഒരു ഡിസിഷൻ എടുത്തു. ഇന്ത്യയുടെ ഓപ്പണർ ആയിരുന്ന ഒരു കാലത്ത് അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും ആയിരുന്നു ഇന്ത്യയുടെ ബെസ്റ്റ് ഓപ്പണർമാര്. അവര് തുടങ്ങി വെച്ച ബാറ്റിംഗ് പവറിലാണ് ഇന്ത്യ ജയിച്ചുകൊണ്ടിരുന്നത്. ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ആയിരുന്നു ഇന്ത്യ ജയിപ്പിച്ചുകൊണ്ടിരുന്നത്. അവസാനം കണ്ണ് തുറക്കേണ്ടതായിട്ട് വന്നു. അവിശ്വസിച്ചാണ് സഞ്ജു സാംസനെ ടീമിലേക്ക് കൊണ്ടുവന്നത്. പക്ഷെ ആ ചെറുക്കൻ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ ഒരു ദിവസം കൂടെ എനിക്ക് തന്നിരുന്നെങ്കിൽ എൻ്റെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് എനിക്കൊന്ന് പ്രൂവ് ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് ആ മനുഷ്യൻ വെള്ളം കൊണ്ട് കൊടുക്കുന്ന ഐസ് ബോട്ടിലിന്റെ മണ്ടയിലിരുന്ന് ആ മനുഷ്യൻ ഉരുകുമായിരുന്നു. ആ മനുഷ്യൻ ഒരു നോക്ക് പ്രാർത്ഥിക്കുമായിരുന്നു, ഒരു അവസരം തന്നിരുന്നെങ്കിൽ ലോകത്തിന് മുമ്പിൽ പിന്നെ ഞാനൊന്ന് പ്രൂവ് ചെയ്തേനെ ഞാൻ ആരാണെന്നുള്ളത്. ആ മനുഷ്യൻ ഇന്ന് ലോകത്തോട് പ്രൂവ് ചെയ്ത് തന്നു. ആ മനുഷ്യനെ നിന്ദിച്ചവരുടെ മുമ്പിൽ അയാൾ പ്രൂവ് ചെയ്ത് തന്നു. ഏറ്റവും ഉയർന്ന സ്കോർ എടുക്കുന്നു ഫൈനലിനകത്ത്. വിരാട് കോഹ്ലി എടുത്ത സ്കോർ അയാൾ മറികടക്കുന്നു. 89 റൺസ് എടുക്കുന്നു ഫൈനലിനകത്ത് വന്നിട്ട്. ഒരു മാച്ച് വിന്നിംഗ് പെർഫോമൻസ് ഇന്നും വന്ന് കാഴ്ചവെക്കുന്നു. വെസ്റ്റ് ഇൻഡീസിനെതിരെ നമ്മൾ തോറ്റുപോയനെ. ഒരു വെർച്വൽ ക്വാർട്ടർ ഫൈനൽ ആയിരുന്നു. അവിടെ വന്നിട്ട് ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. അവിടെ നിന്ന് നോക്കുവാണെങ്കിൽ ബാക്ക് ടു ബാക്ക് ഇന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മത്സരത്തിലാണ് സഞ്ജു സാംസൺ വന്ന് സ്കോർ ചെയ്യുന്നു 89 റൺസ്. ടീമിന് വേണ്ടി കളിച്ച പ്രകടനം. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ മേ ബി 100-ന് വേണ്ടി പോയില്ല. 3 കളി നോക്കുവാണെങ്കിലും സെഞ്ചുറി എടുക്കാമായിരുന്നു സഞ്ജു സാംസന്. വ്യക്തിഗത ഇന്നിങ്സ് അല്ല നോക്കിയത്. എന്റെ ടീമിന് ഒരു 10 റൺസ് കൂടുതൽ കിട്ടാൻ പറ്റുമോ, അത് ഞാൻ കൊടുക്കുമെന്നുള്ള പ്രകടനം കാഴ്ചവെച്ചു. താണ്ടെ ടീമിനെ മുൻപിൽ നിന്ന് നയിക്കുന്നു. ബാക്ക് ടു ബാക്ക് 3 കളിയിൽ നോക്കുവാണെങ്കിൽ നോക്കൌട്ട് മാച്ച് വെസ്റ്റ് ഇൻഡീസിനെതിരെ, സെമി ഫൈനൽ ഇംഗ്ലണ്ടിനെതിരെ സഞ്ജു സാംസന്റെ അവിടുത്തെ ആ ഒരു ബാറ്റിംഗ് ഇല്ലായിരുന്നെങ്കിൽ അഭിഷേക് ശർമ്മയും കൂടെ കവർ ചെയ്തായിരുന്നു ബാറ്റ് ചെയ്തത്. അഭിഷേക് ശർമ്മയ്ക്ക് ഇഷാൻ കിഷന് വേണ്ടി പുറത്താക്കിയവൻ അഭിഷേക് ശർമ്മ ഫോം ഔട്ട് ആയപ്പോഴത്തേന് അവന്റെ ബാറ്റിംഗ് കൂടെ കവർ ചെയ്യുന്നു. അവന് കോൺഫിഡൻസ് കൊടുക്കുന്നു. പ്രസ് കോൺഫറൻസ് വന്ന് പറയുന്നു അഭിഷേക് ശർമ്മ ഫൈനലിനകത്ത് ബെസ്റ്റ് പ്രകടനം കാഴ്ചവെക്കുന്നു. അവന്റെ വാക്ക് പൊന്നായി. അവൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. അഭിഷേക് ശർമ്മ ഇന്ന് വന്ന് പെർഫോമൻസ് ചെയ്യുന്നു. അവനൊരു ജീവവായു കിട്ടിയതാണ് ഗില്ലിനെ ടീമിൽ നിന്ന് പുറത്താക്കിയപ്പോഴത്തേന്. ഇന്ത്യയുടെ ഫസ്റ്റ് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആയിരുന്നു സഞ്ജു സാംസൺ. ന്യൂസിലാൻഡ് വന്നു, അവിടെ എക്സ്പോസ് ആയി. അവരെ പഞ്ഞി കെട്ടിട്ട് സഞ്ജു സാംസൺ പിന്നെയും പ്രൂവ് ചെയ്തു. ലോക്കി ഫെർഗൂസനെ നിലത്ത് നിർത്തിയില്ല, മാറ്റ് ഹെൻറിയെ നിലത്ത് നിർത്തിയില്ല, ജേക്കബ് ഡുഫി
ICCയിലെ നമ്പർ 2 ബോളറാണ് ജേക്കബ് ഡുഫി. നിലത്ത് നിർത്തിയില്ല, അവനെതിരെ വന്നവനെല്ലാം അവൻ നിഷ്പ്രയാസം ഒതുക്കി കളഞ്ഞു. ഇംഗ്ലണ്ടിനെ അവൻ തുറന്നു കാണിച്ചു, ഇംഗ്ലണ്ടിന്റെ ബോളർമാരെ തുറന്നു കാണിച്ചു. സോ എവിടെല്ലാം അവൻ തഴയപ്പെട്ടോ, 2025 ഷോർട്ട് ബോളിനെതിരെ അവനെതിരെ ചോദ്യം ഉയർന്നു, അതിനെ അവൻ മറികടന്നു. അതേ ടീമിനെ ഇന്ത്യയുടെ മണ്ണിൽ കുഴിച്ചു മൂടിയിട്ട് അവൻ മറുപടി തന്നു. T20 വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ന്യൂസിലാൻഡ് ടീം അവനെ എക്സ്പോസ് ചെയ്തു. ഇന്ന് ആ ടീമിന്റെ ബോർഡർമാനെ തുറന്നു കാണിച്ചു. T20 വേൾഡ് കപ്പ് ഫൈനലിൽ എടുക്കുന്ന ഏറ്റവും ഉയർന്ന സ്കോർ, ഒരു ടീമിന്റെ, ഒരു ഇന്ത്യൻ പ്ലെയറിന്റെ ഏറ്റവും ഉയർന്ന സ്കോർ, സെമി ഫൈനലിനകത്തും ഫൈനലിനകത്തും ഹാഫ് സെഞ്ചുറി എടുക്കുന്ന ഇന്ത്യയുടെ രണ്ടാമത്തെ പ്ലെയർ, വിരാട് കോഹ്ലി കഴിഞ്ഞ അടുത്ത പ്ലെയർ ആണ് സഞ്ജു സാംസൺ. സഞ്ജു കൺസിസ്റ്റന്റ് സാംസൺ വന്നിട്ട് പെർഫോമൻസ് അഴിച്ചു വെക്കുന്നു. തീർച്ചയായിട്ടും ഇന്ത്യയുടെ രക്ഷകൻ തന്നെയായിരുന്നു. ആ 3 പെർഫോമൻസ് ഇല്ലായിരുന്നെങ്കിൽ ഈ ടൈറ്റിൽ മേ ബി ഇംഗ്ലണ്ട് എടുത്തേനെ. ഇന്ത്യയുടെ മണ്ണിൽ നമ്മൾ തലമുരിക്കേണ്ടി വന്നേനെ. സോ സഞ്ജു സാംസന്റെ ബാറ്റിംഗ്, സഞ്ജു സാംസന്റെ വിക്കറ്റ് കീപ്പിംഗ്, സോ അവൻ പ്രൂവ് ചെയ്തു അവൻ ആരായിരുന്നു എന്നുള്ളത്. മറ്റൊരു പ്ലെയറെ കുറിച്ച് എടുത്തു പറയണം, ഇഷാൻ കിഷൻ. ഇന്ത്യൻ ടീമിന്റെ സെലക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ T20 വേൾഡ് കപ്പിന്റെ ശുഭ്മൻ ഗില്ലിന്റെ പകരക്കാരനായിട്ട് ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ ബെസ്റ്റ് പ്രകടനം കാഴ്ചവെച്ച ഇഷാൻ കിഷനെ വിളിച്ച് ടീമിലേക്ക് ഇടുന്നു. ആരും വിചാരിച്ചില്ല, ഇഷാൻ കിഷൻ പോലും സ്വപ്നത്തിൽ വിചാരിച്ച് കാണത്തില്ല എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുമെന്ന്. കിട്ടിയ അവസരത്തെ അവൻ മുതലാക്കി. 2 വർഷം ഈ ടീം തഴഞ്ഞു, അവനെ BCC അവനെ തഴഞ്ഞു. കിട്ടിയ അവസരത്തിൽ അവൻ ബെസ്റ്റ് പ്രകടനം കാഴ്ചവെച്ചു. പാകിസ്ഥാനെതിരെ എടുത്ത ആ 70+ റൺ നമ്മൾ മറന്നു പോരുത്. ഇന്ത്യൻ പിച്ച് അല്ലായിരുന്നു, ശ്രീലങ്കയുടെ സ്ലോയിഷ് ആയിട്ടുള്ള ഒരു പിച്ചായിരുന്നു. മിക്കുള്ള ബാറ്റ്സ്മാൻമാരെ അവിടെ സ്ട്രഗിൾ ചെയ്യുന്ന പിച്ചിൽ ഈസി ആയിട്ട് വന്ന് ഷൈൻഷാ അഫ്രീദിയെ 6 അടിച്ചുകൊണ്ട് അവൻ തുടങ്ങി. ഇന്ത്യക്ക് നല്ലൊരു 170+ സ്കോർ അവൻ കണ്ടെത്തി തന്നു. മിക്കുള്ള കളിയിൽ നോക്കുവാണെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 30+ സ്കോർ അവന് കണ്ടെത്താൻ കഴിഞ്ഞു. സഞ്ജു സാംസന്റെ തൊട്ട് താഴെ ഏറ്റവും ഉയർന്ന സ്കോർ നേടുന്ന ഒരു വ്യക്തി. ഓപ്പണിംഗ് കളിക്കാൻ പറഞ്ഞു, ഒരു മടിയില്ലാതെ ഓപ്പണിംഗ് കളിച്ചു. നമ്പർ 3 കളിക്കാൻ പറഞ്ഞു, നമ്പർ 3 പ്രകടനം കാഴ്ചവെക്കുന്നു. ഇന്ന് വന്ന് എന്നാ സൂപ്പർ ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ചത്. ഇന്നത്തെ മെച്യൂർ ആയിട്ടുള്ളൊരു ബാറ്റിംഗ് ആയിരുന്നു. ഔട്ട്സൈഡ് ദ ഓഫ് സ്റ്റമ്പിൽ അവനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇന്ന് നോക്കുവാണെങ്കിൽ അതിനെ ഗൈഡ് ചെയ്ത് കളിച്ചു. ബിഗ് ഷോട്ടിന് പോയതേ ഇല്ല ഔട്ട്സൈഡ് ഓഫ് സ്റ്റമ്പിൽ. ബോർഡർമാരെ റെസ്പെക്ട് ചെയ്ത്, കണ്ടീഷനെ റെസ്പെക്ട് ചെയ്ത്, അവന്റെ ഹിറ്റിംഗ് സോണി വന്നപ്പോഴത്തേന് അവൻ 6 അടിച്ചിട്ട് ഇന്ന് അവൻ മറുപടി കൊടുത്തു. അവനെ ടീമിലോട്ട് എടുത്ത സെലക്ഷൻ ശരിവെക്കുന്നതായിരുന്നെന്ന് അവൻ മറുപടി കൊടുത്തു. കഷ്ടപ്പെട്ടതിന്റെ അംഗീകാരം ഇഷാൻ കിഷന് കിട്ടി. അഭിഷേക് ശർമ്മ ICCയിലെ നമ്പർ 1 ബാറ്റ്സ്മാൻ ആയിരുന്നു, പക്ഷെ സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. ഒരു സ്പിന്നറിന് മുമ്പിൽ ICCയുടെ നമ്പർ 1 ബാറ്റ്സ്മാൻ സ്ട്രഗിൾ ചെയ്തു. പക്ഷെ വിരാട് കോഹ്ലി 2024 മാറ്റിവെച്ച ഒരു സ്പെഷ്യൽ ഇന്നിങ്സ് പോലെ ഇന്ന് വന്നൊരു 50 എടുക്കുന്നു. ജേക്കബ് ഡുബി എന്ന് പറഞ്ഞ വേൾഡിലെ സെക്കൻഡ് ബോളറെ ഇന്ന് അടിച്ച് തരിപ്പണമാക്കി കളഞ്ഞു. ആ സ്ട്രെയിറ്റ് അടിച്ച ഒരു 6 ഉണ്ടായിരുന്നു. എന്നാ മനോഹരമായ ഒരു 6 ആയിരുന്നു. അവനൊട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് അവന്റെ ഈഗോ അവൻ മാറ്റിവെച്ചു. രണ്ടാമത്തെ ഓവർ എറിയാൻ വരുന്ന ഗ്ലെൻ ഫിലിപ്സ് ആണ്. കേവലം 4 റൺസ് എടുത്തു. ഒരു അനാവശ്യ ഷോട്ടിനും അവൻ പോയില്ല. അവൻ അറിയാം ഇന്ന് അവന്റെ ഒരു പെർഫോമൻസ് വേണം, എന്റെ ടീമിന് ഇന്നൊരു പാർട്ണർഷിപ്പ് വേണം, ഓപ്പണിംഗ് പാർട്ണർഷിപ്പ്. ഇന്നില്ല എങ്കിൽ പിന്നെ ഇല്ല എന്ന് അഭിഷേക് ശർമ്മയ്ക്ക് അറിയാമായിരുന്നു. അവൻ നമ്പർ 1 ബാറ്റ്സ്മാൻ ആണ്. അവൻ ഇന്നും വന്ന് പ്രൂവ് ചെയ്തു. ഒരു ബെസ്റ്റ് നോക്ക് ഇന്ത്യൻ ടീമിന് വേണ്ടി കൊടുക്കുന്നു. മറ്റൊരു പ്ലെയറാണ് ശിവൻ ദുബെ. ഒരുപാട് ട്രോൾ ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ്. 2024 T20 വേൾഡ് കപ്പിന് ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയപ്പോൾ എന്തിനാണ് റിങ്കു സിംഗിന് പകരക്കാരനായിട്ട് ഇവനെ ടീമിലേക്ക് എടുത്തതെന്ന് ചോദിച്ചതാണ്. പക്ഷേ സല്യൂട്ട് രോഹിത് ശർമ്മ, സല്യൂട്ട് MSD, ടാലന്റിനെ കണ്ടെത്തി പ്രൊമോട്ട് ചെയ്തതിന്, ഇങ്ങനെ ഒരു വെപ്പണെ ഞങ്ങൾക്ക് തന്നതിന്. ഒരു സമയത്ത് നോക്കുകയാണെങ്കിൽ സ്പിന്നർമാർക്കെതിരെ അഴിഞ്ഞാടുന്ന വ്യക്തിയായിരുന്നു ശിവൻ ദുബെ. പക്ഷെ ഇന്ന് പേസ് ബോളർമാരെ കിട്ടിയാലും വിടത്തില്ല കേട്ടോ. ബാക്ക് ഫുട്ടിലേക്ക് അടിക്കുന്ന ഒരു ഷോട്ട് ഉണ്ട്. 90, 100 മീറ്റർ, 110 മീറ്റർ ഒക്കെ അടിക്കുന്ന 6കൾ എന്നാ മനോഹരമാണെന്ന് അറിയാമോ കാണാൻ. ലെഗ് സൈഡിൽ മാത്രമല്ല ശിവൻ ദുബെ ഇപ്പം കളിക്കുന്നത്. ഡീപ്പ് എക്സ്ട്രാ കവറിന്റെ മണ്ടയിലൂടെ ഓഫ് സൈഡിൽ അടിക്കുന്ന 6, ലോങ് ഓണിന്റെ മണ്ടയിലൂടെ അടിക്കുന്ന 6, തേർഡ്മാന്റെ ഇടയിലൂടെ ഗൈഡ് ചെയ്ത് വിടുന്ന ഷോട്ടുകൾ. മെച്യൂർ ആയ ഒരു ശിവൻ ദുബെ, അപകടകാരിയായ ശിവൻ ദുബെ. പല ക്യാമിയോ ഇന്നിങ്സുകളും ആയിരുന്നു, പക്ഷെ ഇന്ത്യയെ രക്ഷിച്ച ഇന്നിങ്സ് ആയിരുന്നു. ഇന്ന് നോക്കി ഇന്ത്യൻ ബാറ്റ്സ്മാൻമാര് സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. ലാസ്റ്റ് 5 ഓവറിനകത്ത് ജിമ്മി നേഷം വന്നിട്ട് അവിടെ വിക്കറ്റ് എടുക്കുന്നു. ഹാർദിക് പാണ്ഡ്യ, തിലക് വർമ്മ അവിടെ സ്ട്രഗിൾ ആവുന്നു. ലാസ്റ്റ് ഓവറിൽ 24 റൺസ് എടുത്തിട്ട് പേസ് ബോളർമാർക്കെതിരെ ഇന്നും പ്രൂവ് ചെയ്തു എന്നെ മാറ്റിയിരുത്താനുള്ളതല്ല. പേസ് ആണെങ്കിലും സ്പിൻ ആണെങ്കിലും എനിക്ക് ഒരേപോലെയാണ്. ഇംഗ്ലണ്ടിനെതിരെ കളിച്ച ഒരു പ്രകടനം, നമ്മുടെ വിക്കറ്റ് എടുക്കാൻ വേണ്ടി അവർ മാറ്റി വെച്ചിരുന്ന അവരുടെ വെപ്പൺ ആദിൽ റഷീദിനെ അടിച്ച 6കൾ കാണുമായിരുന്നു. നമ്മൾ കാണുമ്പോഴത്തേനും എന്നാ സൂപ്പർ 6 ആണ്, എന്ത് സിമ്പിളായിട്ട് അടിക്കുന്നത് അല്ലായിരുന്നു. ആദിൽ റഷീദ് എറിഞ്ഞ പല ബോളുകൾ നോക്കുവാണെങ്കിൽ അവന്റെ കാലിൽ എറിഞ്ഞത് ലെഗ് സൈഡിൽ, അവന്റെ ഹിറ്റിംഗ് സോണിൽ നിന്ന് ഹൈഡ് ചെയ്ത് അവൻ ബോൾ ചെയ്തത്. പക്ഷെ അതിന് റൂം ഉണ്ടാക്കി ബൗണ്ടറി കടത്തിയവൻ. ആദിൽ റഷീദ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കെതിരെയുള്ള ഒരു വെപ്പണെ, ഒരു മാച്ചപ്പിനെ ഒന്നും അല്ലാതാക്കി കളഞ്ഞു അവൻ. ശിവൻ ദുബെ ബോളിങ്ങിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ശിവൻ ദുബെ പറഞ്ഞിട്ടല്ല ശിവൻ ദുബെക്ക് ബോളിംഗ് കൊടുത്തത്. അതൊക്കെ ഒരുപാട് വീഴ്ചകളുണ്ട്. അതിലൊക്കെ ഒന്നും ഇന്ന് നമ്മൾ കടക്കണ്ട. ഇന്ന് നോക്കുവാണെങ്കിൽ ഒരു ക്യാച്ചസും വിട്ടു. ശിവൻ ദുബെ എന്ന് പറഞ്ഞ ഒരു പ്ലെയർ എന്ന് പറഞ്ഞാൽ അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. 5 വർഷം ക്രിക്കറ്റ് കളിച്ചില്ല.
തന്റെ പെർഫോമൻസ് മോശമായുണ്ട്. പിന്നെയും ക്രിക്കറ്റ് കളിക്കാൻ തിരിച്ചു വന്നു. മുംബൈ സ്വന്തം നാട് അവനെ കൈവിട്ടു. ചെന്നൈ ടീം അവന് അഭയം കൊടുക്കുന്നു. അവന്റെ ടാലന്റ് MS ധോണിയും ചെന്നൈ ടീമും നട പുറത്തോട്ട് എടുക്കുന്നു. ഇന്ത്യയുടെ മാച്ച് വിന്നർ. പിന്നെ ക്യാപ്റ്റനെ കുറിച്ച് പറയാതിരിക്കുന്നത് എങ്ങനെ? 360 സൂര്യകുമാർ യാദവ്. BCC നോക്കുവാണെങ്കിൽ വലിയൊരു ഭാരിച്ച ചുമതല അയാളുടെ തലയെ കെട്ടിവെച്ചു. അത് കഴിഞ്ഞ് നോക്കുവാണെങ്കിൽ ആ ഒരു 2 വർഷം ആ ഒരു സൂര്യകുമാർ യാദവിന്റെ ബാറ്റിംഗ് പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടില്ല. IPL 2025 മനോഹരമായിട്ട് ബാറ്റ് ചെയ്തു. പക്ഷെ ഇന്ത്യൻ ടീമിലോട്ട് വരുമ്പോഴത്തേന് പ്രഷറാണോ എന്തുവാണെന്ന് അറിയില്ല. നമുക്ക് നമ്മുടെ ആ സൂര്യകുമാർ യാദവ് എന്ന ആ ബാറ്റ്സ്മാനെ കാണാൻ കഴിഞ്ഞില്ല. ഇന്നും ഫൈനലിനകത്ത് അയാൾക്ക് റൺസ് എടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ബയലാട്ടർ സീരീസിനകത്ത് ഒരു സീരീസ് പോലും ഇന്ത്യ ഒരിടത്തും തോറ്റിട്ടില്ല. സൗത്ത് ആഫ്രിക്കയിലും ഓസ്ട്രേലിയയിലും പോയി നമ്മൾ ജയിച്ചു. ഏഷ്യ കപ്പ് നമുക്ക് നേടിത്തന്നു. BCC അയാളെ വിശ്വസിച്ചു. ക്യാപ്റ്റൻസി കൊണ്ട്, ബാറ്റ് കൊണ്ട് പെർഫോമൻസ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ക്യാപ്റ്റൻസി കൊണ്ട് അയാളുടെ ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. 140 കോടി ജനങ്ങൾക്ക് അയാൾ ഒരു കപ്പ് എടുത്ത് ഇന്ത്യൻ ടീമിന് തന്നു, ഇന്ത്യൻ ജനതയ്ക്ക് തന്നു. സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസി പലപ്പോഴും എക്സ്പോസ് ആയിട്ടുണ്ട്. ബോർഡർമാരെ യൂട്ടിലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും എക്സ്പോസ് ആയിട്ടുണ്ട്. പക്ഷെ ഇംഗ്ലണ്ടിനെതിരെ ബോർഡർമാരെ യൂട്ടിലൈസ് ചെയ്ത രീതി, അതല്ലേ നമ്മൾ കളി ജയിച്ചത്. കേവലം 7 റൺസിന് നമ്മുടെ വെപ്പൺസിനെ കറക്റ്റ് സമയത്ത് ഉപയോഗിച്ചു. ശിവൻ ഡുബൈഡിലോട്ട് ബോൾ കൊടുത്തപ്പോഴത്തേന് ഇംഗ്ലണ്ട് ടീമിന് എത്തിപ്പിടിക്കാൻ കഴിയാവുന്നതിലും അല്പം ദൂരെയായിരുന്നു ആ സ്കോർ. അവിടം വരെ പിടിച്ചു നിർത്താൻ ആ ഒരു ഫ്ലാറ്റ് പിച്ചിൽ ബോർഡർമാരെ മനോഹരമായിട്ട് ഉപയോഗിച്ച് അഹമ്മദാബാദിലോട്ടുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസി സെമി ഫൈനലിൽ സഹായിച്ചു. ഇന്ന് ഫൈനലിനകത്ത് നോക്കുവാണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള മാച്ചപ്പുകൾ സൂര്യകുമാർ യാദവ് ഉപയോഗിച്ചു. അക്ഷർ പട്ടേലിനെ പവർ പ്ലേക്കകത്ത് തന്നെ കൊണ്ടുവരുന്നു. ഫിന്നലൻ എന്ന് പറഞ്ഞ ഡേഞ്ചറസ് ബാറ്റ്സ്മാനെതിരെ കറക്റ്റ് മാച്ചപ്പിനെ യൂട്ടിലൈസ് ചെയ്യുന്നു. ഫിന്നലനെ എടുക്കുന്നു. ഗ്ലെൻ ഫിലിപ്സ് ഇന്ത്യക്കെതിരെ നല്ല റെക്കോർഡുള്ള ഒരു പ്ലെയർ. കറക്റ്റ് മാച്ചപ്പിനെ കൊണ്ടുവരുന്നു. ഗ്ലെൻ ഫിലിപ്സിനെ തീർക്കുന്നു. ബെറ്റർ ക്യാപ്റ്റൻസി കാഴ്ചവെക്കുന്നു. ഇന്ത്യക്ക് മറ്റൊരു ടൈറ്റിൽ നേടിക്കൊടുക്കുന്നു. BCC എന്താണോ സൂര്യകുമാർ യാദവിൽ അർപ്പിച്ച വിശ്വാസം, സൂര്യകുമാർ യാദവ് 140 കോടി ജനങ്ങൾക്ക്, എനിക്കും നിങ്ങൾക്കും അടക്കമുള്ളവർക്ക് ഇതാ ഇന്ന് അയാൾ തിരിച്ചു തന്നു. റൺസ് ഇല്ല അയാൾക്ക്, പറയത്തക്ക റൺസോ അയാൾ സ്കോറോ ഒന്നും ചെയ്തില്ല. പക്ഷെ അയാളുടെ ക്യാപ്റ്റൻസി ഇന്ത്യ വിജയിപ്പിച്ചു. 2 കളിയിലെ ക്യാപ്റ്റൻസി വളരെ നിർണായകമായിരുന്നു. തിലക് വർമ്മ നമ്പർ 3 കളിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലെയർ ആയിരുന്നു. തിലക് വർമ്മ സ്ട്രഗിൾ ചെയ്തു. തിലക് വർമ്മയുടെ പ്രശ്നമല്ലായിരുന്നു, നമ്മുടെ ഓപ്പണിംഗ് സെറ്റ് അല്ലായിരുന്നു. അഭിഷേക് ശർമ്മ പെട്ടെന്ന് വിക്കറ്റ് കൊണ്ട് കളയുന്നു, അല്ലെങ്കിൽ ഇഷാൻ കിഷന്റെ വിക്കറ്റ് പോകുന്നു. ഹെവി ആയിട്ടുള്ള ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ ഇന്ത്യൻ ടീം പരീക്ഷിക്കുന്നു. അതിനകത്ത് തിലക് വർമ്മ പെട്ടുപോയി. തിലക് വർമ്മയുടെ മണ്ടയിൽ ഒരു ടാഗ് കിടപ്പുണ്ട്, റണ്ണ ബോൾ കളിക്കുന്നവൻ, ടീമിനെ രക്ഷിക്കുന്നവൻ. തിലക് വർമ്മ ആസ്വദിച്ച് അതങ്ങ് കളിച്ചു, റണ്ണ ബോൾ കളിച്ചു, ടീമിനെ രക്ഷിക്കുന്ന ഇങ്ങനെയാണെന്നുള്ള ഒരു മട്ടിൽ കളിച്ചു. പക്ഷേ ടീമിന് പലപ്പോഴും അത് ഉപദ്രവമായിട്ട് മാറി. 9 പൊയ്ക്കൊണ്ടിരുന്ന റൺ റേറ്റിനെ തിലക് വർമ്മ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് 6 ആയിട്ട് മാറ്റി റൺ റേറ്റ്. തിലക് വർമ്മയുടെ മാത്രം കുറ്റമല്ലായിരുന്നു, ടീം മാനേജ്മെന്റിന്റെ കുഴപ്പമായിരുന്നു. കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനിനകത്ത് തിലക് വർമ്മയെ പരീക്ഷിച്ചില്ല. എന്നാൽ ടീം എക്സ്പോസ് ആയി സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ തിലക് വർമ്മയെ നമ്പർ 6 കൊണ്ട് കളിപ്പിക്കുന്നു, നമ്പർ 5 കളിപ്പിക്കുന്നു, നമ്പർ 7 കളിപ്പിക്കുന്നു. ജോഫ് ആർച്ചറിനെ ഹാർട്രിക്ക് 3 6 അടിച്ചിട്ട് അവൻ എല്ലാവർക്കും മറുപടി കൊടുത്തു. സൂപ്പർ 8-ലെ ഒരു മത്സരം ഒഴിച്ചു വെച്ച ബാക്കിയുള്ള എല്ലാ മത്സരത്തിലും ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. മറ്റൊരു പ്ലെയറെ എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല, റിങ്കു സിംഗ്. അദ്ദേഹത്തിന്റെ ഫാദർ മരിച്ചു. ടീം കോമ്പിനേഷന്റെ ഭാഗമായിട്ട് ടീമിന്റെ പുറത്തേക്ക് പോകേണ്ടതായിട്ട് വന്നു. പക്ഷെ നമ്മൾ റിങ്കു സിംഗിനെ മിസ് ചെയ്തില്ല കേട്ടോ. ഫീൽഡിങ്ങിൽ വീക്കായിട്ടുള്ള പ്ലേയേഴ്സിനെ കാല് വയ്യ കൈ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ഓവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അവരെ ബെഞ്ചിൽ ഇരുത്തിയിട്ട് റിങ്കു സിംഗിനെ ഫീൽഡിങ്ങിൽ ഇടുമായിരുന്നു ടീം. അയാളുടെ ബെസ്റ്റ് പെർഫോമൻസ് ഫീൽഡിങ്ങിനകത്ത് കൊടുത്തു. അയാൾ ഒരു ക്യാച്ചാണ് വിട്ടത്, ഒറ്റ ക്യാച്ച്. അന്നത്തെ രാത്രിയിൽ അയാളെ ഫാദർ മരിക്കുന്നു. ബാക്കി നോക്കുവാണെങ്കിൽ ഫീൽഡിങ്ങിൽ അയാളുടെ ബെസ്റ്റ് കൊടുത്തു. ടീം കോമ്പിനേഷന്റെ ഭാഗമായിട്ട് അധികം അയാൾക്ക് കളിക്കാൻ കഴിഞ്ഞില്ല. സോ വരുന്ന കാലങ്ങളിൽ ഇന്ത്യൻ ടീമിന് വേണ്ടി ബെറ്റർ ചെയ്യട്ടെ റിങ്കു സിംഗ്. പിന്നെ മജീഷ്യൻ ബുംറയെ കുറിച്ച് പറയാതിരിക്കുന്നത് എങ്ങനെ? ലോകത്തിൽ ഒന്നേ ഉള്ളൂ കേട്ടോ, അത് നമ്മുടെ കയ്യില്ല, വേറെ ആരെങ്കിലും ഇല്ല. ഇന്ന് ഈ കിരീടങ്ങളൊക്കെ നമുക്ക് നേടാൻ 2024 നമ്മൾ മറന്നു പോരുത്. ബുംറയുടെ 2 ഓവർ, അതാ 2024 ടൈറ്റിൽ. ബുംറയുടെ 2 ഓവർ 14 റൺസ് ഇംഗ്ലണ്ടിനെതിരെ. നമ്മൾ ജയിക്കുന്ന 7 റൺസിന്. അവൻ നേടിത്തന്ന ടൈറ്റലാ. ബാറ്റിംഗിൽ സഞ്ജു ആണെങ്കിൽ ബോളിങ്ങിൽ ബുംറയായിരുന്നു കേട്ടോ. 14 വിക്കറ്റാണ് നേടുന്നത്, 14 വിക്കറ്റ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത പ്ലെയർ വരുൺ ചക്രവർത്തിയും ബുംറയും. അയാളെ സ്ലോ ബോൾ നോക്കുവാണെങ്കിൽ ഇപ്പോഴും മാജിക്, ആർക്കും മനസ്സിലാവുന്നില്ല. അയാളെ യോക്കർ പണ്ടേ ആർക്കും അറിയത്തില്ലായിരുന്നു. ഞാൻ സൗത്ത് ആഫ്രിക്കയെതിരെ തോറ്റപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ്, ബുംറയുടെ പീക്ക് ഫോമില. അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഓസ്ട്രേലിയ BGT കളിക്കുമ്പോഴത്തേനും ബുംറയുടെ ബെസ്റ്റ് ഫോമിലായിരുന്നു. ബുംറയുടെ ബെസ്റ്റ് പുറത്തോട്ട് എടുക്കുമായിരുന്നു. ബുംറ നോക്കുവാണെങ്കിൽ തീ തുപ്പുമായിരുന്നു. പക്ഷേ നമുക്ക് അവിടെ യൂട്ടിലൈസ് ചെയ്യാൻ കഴിഞ്ഞില്ല. ബുംറയുടെ അഡ്വാൻറ്റേജ് നമുക്ക് അവിടെ എടുക്കാൻ കഴിഞ്ഞില്ല. സൗത്ത് ആഫ്രിക്കയെതിരെ തോറ്റപ്പോൾ ഞാൻ പറഞ്ഞത് ബുംറയുടെ ബെസ്റ്റ് ആണ് പുറത്തേക്ക് എടുക്കുന്നത്. ഇപ്പോഴും നമുക്കത് കിട്ടത്തില്ല. ഏഷ്യ കപ്പ് നോക്കുവാണെങ്കിൽ തണുത്ത ഒരു ബുംറയായിരുന്നു. പക്ഷെ വേൾഡ് കപ്പിലോട്ട് വന്നപ്പോഴത്തേനും മാറി. മാച്ച് വിന്നർ മജീഷ്യൻ ബുംറ. വരുൺ ചക്രവർത്തി എന്ന് പറഞ്ഞ മിസ്റ്ററി സ്പിന്നർ, ICCയിലെ നമ്പർ 1 പ്ലെയർ. നമ്മൾ വിചാരിച്ചു വരുൺ ചക്രവർത്തിയും അഭിഷേക് ശർമ്മയും ആയിരിക്കും നമ്മുടെ ട്രംപ് കാർഡെന്ന്. പക്ഷേ വരുൺ ചക്രവർത്തിക്ക് ആ ഒരു ബെസ്റ്റ്
കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. 2021 നോക്കുവാണെങ്കിൽ അയാളുടെ ബാഡ് വേൾഡ് കപ്പ് ആയിരുന്നു. അയാൾ എന്തായിരുന്നോ ഇന്നലകളിൽ ആ ഒരു പ്രകടനം കാഴ്ചവെച്ചു എന്ന് ചോദിച്ചാൽ ആ ഒരു പ്രകടനം വരുൺ ചക്രവർത്തിയിൽ നിന്ന് വന്നില്ല. ഇന്നലകളിൽ നമ്മളെ വിജയിപ്പിച്ചവരാണ്. നോക്കുവാണെങ്കിൽ 14 വിക്കറ്റുകൾ എടുത്തിട്ടുണ്ട്. ആ ഒരു മൂർച്ചയേറിയ വരുൺ ചക്രവർത്തി നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. സോ തിരിച്ചു വരാൻ കഴിയട്ടെ. ടീം ബാക്ക് ചെയ്തു, കോൺഫിഡൻസ് കൊടുത്തു. ടിം സൈഫേർട്ടിന്റെ വിക്കറ്റ് വന്ന് എടുക്കാൻ കഴിഞ്ഞു, ഡേഞ്ചർ ആയിട്ടുള്ള വിക്കറ്റ്. കഴിഞ്ഞ കളി നോക്കുവാണെങ്കിൽ ജോസ് ബട്ട്ലറിന്റെ വിക്കറ്റ് എടുക്കാൻ കഴിഞ്ഞു. എവിടെ നോക്കിയാലും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള വിക്കറ്റ് എടുത്തു. സോ ഇനി അടുത്തുള്ള സീരീസിലൊക്കെ വരുൺ ചക്രവർത്തി എന്ന നമ്മുടെ വെപ്പണ് ട്രംപ് കാർഡിന് തിരിച്ചു വരാൻ കഴിയട്ടെ. അക്സർ പട്ടേൽ വിൽ ജാക്കിന്റെ ഒരു ക്യാച്ച് എടുത്തു കേട്ടോ. 6 റൺസ് സേവ് ചെയ്തു. ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെ ജയിക്കുന്നത് കേവലം 7 റൺസിലാണ്. അന്ന് ക്യാച്ചല്ല എടുത്തത് കേട്ടോ, മാച്ചാണ് എടുത്തത്. അഹമ്മദാബാദിലോട്ടുള്ള ടിക്കറ്റാണ് ബുക്ക് ചെയ്തത്. നമ്മൾ എവിടെയാണോ ആ മനുഷ്യനെ ഡ്രോപ്പ് ചെയ്തത് അങ്ങോട്ടുള്ള ടിക്കറ്റ് അയാൾ എടുത്തത്. ഇന്ന് അവന്റെ മണ്ണിൽ, ഗുജറാത്തിന്റെ ലോക്കൽ പോയി വന്ന് കാഴ്ചവെച്ച പ്രകടനം നോക്കിക്കേ. അവന്റെ ബോളിംഗ് പെർഫോമൻസ് കണ്ടായിരുന്നോ? ഫിന്നലൻ നമ്മുടെ കയ്യിൽ നിന്ന് മാച്ചിനെ കൊണ്ടുപോയേനെ. ഗ്ലെൻ ഫിലിപ്സ് മേ ബി ഇന്ത്യയുടെ കയ്യിൽ നിന്ന് മാച്ചിനെ കൊണ്ടുപോയേനെ. 2 എണ്ണത്തിനെ പറഞ്ഞു വിട്ടിട്ട് ഗുജറാത്തിന്റെ ബാബു അക്സർ പട്ടേൽ ഇന്ത്യയെ കപ്പണിയിക്കുന്നു. ചാമ്പ്യൻസ് ട്രോഫി 2025 അക്സർ പട്ടേലിന്റെ ബാറ്റിംഗ് നമ്മൾ മറന്നുപോരുത്. ശ്രേയസ് അയ്യരുമായിട്ട് ചേർന്നെടുത്ത ആ ഒരു പാർട്ണർഷിപ്പ്, ആ ഒരു സ്കോറാണ് 2025 നമ്മളെ ജയിപ്പിച്ചത്. എന്ത് കാരണത്തിന്റെ പുറത്തായിരുന്നാലും അക്ഷർ പട്ടേൽ എന്ന് പറഞ്ഞൊരു മാച്ച് വിന്നറെ അഹമ്മദാബാദിന്റെ മണ്ണിൽ നമ്മൾ പുറത്തിരുത്താൻ പാടില്ലായിരുന്നു. നമ്മൾ പുറത്തിരുത്തി നമ്മൾ തോറ്റു. പക്ഷെ ആ മനുഷ്യൻ നമ്മളെ അഹമ്മദാബാദിന്റെ മണ്ണിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഇംഗ്ലണ്ടിനെതിരെ ആ ക്യാച്ചസ് ഇല്ലായിരുന്നെങ്കിൽ, ആരി ബ്രോക്കിന്റെ ആ 24 മീറ്റർ ദൂരമുള്ള ആ റണ്ണിങ് ക്യാച്ച് എടുത്തില്ലായിരുന്നെങ്കിൽ, വിൽ ജാക്കിന്റെ ആ ക്യാച്ച് പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യ ഇല്ലായിരുന്നു കേട്ടോ. എനിക്കിന്ന് ഇത്ര പറയാനും കഴിയത്തില്ലായിരുന്നു. ഇന്ത്യയുടെ മാച്ച് വിന്നർ അക്സർ പട്ടേൽ ഇന്ന് 3 വിക്കറ്റ് എടുത്തിട്ട് അവൻ ആരാണെന്ന് പിന്നെ അവൻ തെളിയിച്ചു. ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ അക്സർ പട്ടേൽ. അർഷ്ദീപ് സിംഗ് ബോൾ എടുക്കുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയാണ്, ഡെത്ത് ഓവറിനകത്ത് ഇവൻ യോക്കർ എറിയുന്നു. T20 വേൾഡ് കപ്പിനകത്ത് റിവേഴ്സിംഗ് എറിയുന്ന ബോളറാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ T20 വേൾഡ് കപ്പിനകത്ത് ആരെങ്കിലും വന്ന് റിവേഴ്സിംഗ് എറിയുന്നു? അർഷ്ദീപ് സിംഗ് നമ്മൾ പ്രതീക്ഷിച്ച ബെസ്റ്റ് വന്നില്ല. പക്ഷെ പല കളിയിലും ക്രൂഷ്യലായിട്ടുള്ള ഓവർ അവൻ എറിഞ്ഞിട്ടുണ്ട്. ഇംഗ്ലണ്ടിനെതിരെ നോക്കുവാണെങ്കിൽ അവൻ എറിഞ്ഞ 14ാമത്തെ ഓവറിൽ വിൽ ജാക്കിന്റെ വിക്കറ്റ് എടുത്തത് നിർണായകമായിട്ട് മാറി. ഇന്ത്യക്ക് എവിടെ ആയിരുന്നോ ബ്രേക്ക് ത്രൂ വേണ്ടത് അവിടെ എല്ലാം ബ്രേക്ക് ത്രൂ കൊണ്ടുവന്നവനാണ്. ഇന്ത്യയുടെ വിശ്വസ്തനായ ഒരു ബോളറാണ്. ഇന്ന് ഫിന്നലന്റെ വിക്കറ്റ് അവൻ എടുത്തതാണ്. പക്ഷെ ശിവൻ ഡുബയുടെ കയ്യിൽ നിന്ന് ആ ക്യാച്ച് ചോർന്നു. ഇന്ന് നോക്കുവാണെങ്കിൽ ന്യൂ ബോളിൽ അവൻ നല്ല മനോഹരമായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. അവന് നല്ല രീതിയിൽ കൺട്രോൾ കിട്ടുന്നുണ്ടായിരുന്നു. അവൻ ബെറ്റർ ആയിട്ട് ബോൾ ചെയ്തു. ഇന്ത്യയുടെ മറ്റൊരു മാച്ച് വിന്നറായിട്ട്, ഇന്ത്യയുടെ ഒരു ട്രംപ് കാർഡായിട്ട് അർഷ്ദീപ് സിംഗ് മാറട്ടെ. ഹാർദിക് പാണ്ഡ്യ എന്ന് പറയുന്ന ഒരു മാച്ച് വിന്നർ അപൂർവമായിട്ടോ, ലോകത്തെങ്ങുമില്ല ഇങ്ങനെ ഒരു ഓൾറൗണ്ടർ. ഇന്ത്യയുടെ കയ്യിലേ ഉള്ളൂ. ഇന്ത്യൻ ടീമിന് 8 വരെ ബാറ്റിങ്ങിൽ സ്ട്രെങ്ത് കൊണ്ടുവരാൻ കഴിഞ്ഞത് ഹാർദിക് പാണ്ഡ്യയുടെ 4 ഓവർ ഉണ്ടല്ലോ എന്നുള്ള ഒറ്റ ബലത്തിലായിട്ടോ. അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിന് 8 വരെ ബാറ്റിങ്ങുമായിട്ട് പോകാൻ പറ്റത്തില്ല. ആ ഒരു റോള് കവർ ചെയ്യാൻ വേണ്ടി ഇന്ന് നോക്കുവാണെങ്കിൽ വേറെ ഒരു ബോർഡർ ഇല്ല. ഹാർദിക് പാണ്ഡ്യ തരുന്ന ഒരു കോൺഫിഡൻസ് ആണ് ഇന്ത്യക്ക് നോക്കുവാണെങ്കിൽ 8 വരെ ഓൾറൗണ്ടർമാരെ തള്ളിക്കയറ്റാനുള്ള അവസരം കൊടുത്തത്. ബോൾ കൊടുത്തപ്പോഴെല്ലാം അവൻ ബെറ്റർ ചെയ്തിട്ടുണ്ട്. ഇംഗ്ലണ്ടിനെതിരെ കേവലം 9 റൺസാണ് 19ാമത്തെ ഓവറിൽ കൊടുക്കുന്നത്. കേവലം 9 റൺസ്. ഡെത്ത് ഓവറുകൾ നോക്കുവാണെങ്കിൽ ഹാർദിക് പാണ്ഡ്യ അത്ര ബെറ്റർ അല്ല. പക്ഷേ നോക്കൌട്ട് മാച്ചുകളിൽ, പ്രത്യേകിച്ച് ICC ഈവെന്റുകളിൽ അവൻ അറിയാം എങ്ങനെ ടീമിനെ വിജയിപ്പിക്കണമെന്ന്. ബാർബഡോസിനെ അവൻ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. 2023 അവൻ അഹമ്മദാബാദിന്റെ മണ്ണിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള അനേകർ വിശ്വസിക്കുന്നു 2023 നമ്മളെ കയ്യിൽ കിട്ടിയാൻ. 50 ഓവർ വേൾഡ് കപ്പ് നമ്മുടെ കയ്യിൽ നിന്ന് പോകത്തില്ലായിരുന്നു. നമ്മുടെ രോഹിത് ശർമ്മയ്ക്ക് ശാപമോക്ഷം കിട്ടിപ്പോയാൻ. ഇന്ത്യയുടെ മാച്ച് വിന്നറാണ്, ഒരു സംശയമില്ല. ബുംറ എങ്ങനെയാണോ ഇന്ത്യൻ ടീമിന് ആസ് എ ബോളർ, അതുപോലെയാണ് ഹാർദിക് പാണ്ഡ്യ എന്ന ഓൾറൗണ്ടർ. കുൽദീപ് യാദവ്, എന്ത് തെറ്റാ കുൽദീപ് യാദവ് ചെയ്തതെന്ന് അവനറിയില്ല. അവന് ബാറ്റ് പിടിക്കാൻ അറിയത്തില്ല. അക്ഷർ പട്ടേലിനെ കൂട്ട്, സുന്ദറിനെ കൂട്ട് അവന് ബാറ്റ് ചെയ്യാൻ അറിയായിരുന്നെങ്കിൽ ഇന്ത്യയുടെ ഒരു ട്രംപ് കാർഡ് തന്നെയായിരുന്നു അവൻ. അവനും ഒരു മിസ്റ്ററി ബോളർ തന്നെയാണ്. പക്ഷെ പല സാഹചര്യങ്ങളിലും അവസരങ്ങൾ കിട്ടാതെ പോകുന്ന ഒരു പ്ലെയറാണ് കുൽദീപ് യാദവ്. പാകിസ്ഥാനെതിരെ നമ്മൾ അവനെ യൂട്ടിലൈസ് ചെയ്തു, പിന്നെ ഒരു അവസരം കിട്ടിയില്ല. സോ ബെഞ്ചിൽ ഇരിക്കേണ്ടതായിട്ട് വന്നു. എപ്പോഴെല്ലാം അവൻ അവസരം കിട്ടിയിട്ടുണ്ടോ അപ്പോഴെല്ലാം അവൻ ബെസ്റ്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ചാമ്പ്യൻസ് ട്രോഫി 2025 2 വിക്കറ്റ് നേടുന്നു ഈ ന്യൂസിലാൻഡിനെതിരെ. ഡച്ചിൻ രവീന്ദ്രന്റെ വിക്കറ്റ് എടുത്തു അവൻ, വില്യംസന്റെ വിക്കറ്റ് എടുക്കുന്നു. കിട്ടിയപ്പോഴെല്ലാം, ബോൾ എടുത്തപ്പോഴെല്ലാം അവൻ്റെ ബെസ്റ്റ് പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. സോ കുൽദീപ് യാദവ് എന്ന് പറഞ്ഞ ഇന്ത്യയുടെ ഒരു ട്രംപ് കാർഡ് മാച്ച് വിന്നർ. അവസരങ്ങൾ കിട്ടിയിട്ടില്ല, കുൽദീപ് യാദവിനും അവസരങ്ങൾ കിട്ടട്ടെ. മുഹമ്മദ് സിറാജ് എന്ന് പറഞ്ഞ മിയാബായി, നമ്മൾ പലപ്പോഴും പ്രതീക്ഷിച്ചു അഹമ്മദാബാദിന്റെ മണ്ണിൽ അവൻ കളിച്ചിരുന്നെങ്കിൽ എന്ന്. എത്ര ഇഞ്ചുറി ആണെങ്കിലും മാറി നിൽക്കാത്ത ഒരേ ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ ഈ ഇന്ത്യൻ ടീമിൽ സിറാജാണ്. ഇംഗ്ലണ്ടിൽ നമ്മൾ കണ്ടതാണ് ബുംറയുടെ ഷാഡോയിൽ നിന്ന് മാറി നിന്നപ്പോഴത്തേന് ആ സിറാജിനെ, മിയാബായിയെ ഇന്ത്യക്കെതിരെ കുപ്പായം അണിയുമ്പോൾ, ഇന്ത്യക്കെതിരെ കളിക്കുമ്പോഴത്തേന് അവൻ്റെ ബെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അവൻ്റെ മതം നോക്കി പലരും അവനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോഴെല്ലാം അവൻ ഇന്ത്യക്ക് വേണ്ടി എന്താണോ അവന് കൊടുക്കാൻ കഴിയുന്നത് അവൻ കൊടുത്തിട്ടുണ്ട്. മുഹമ്മദ് സിറാജ്. മറ്റൊരു പ്ലെയറാണ് സുന്ദർ, വാഷിംഗ്ടൺ സുന്ദർ. അഹമ്മദാബാദിന്റെ മണ്ണിൽ 2 കളി സുന്ദറിനെ കളിപ്പിച്ചു.
മാച്ചപ്പിന്റെ പേരിൽ സുന്ദറിനെ ടീമിലേക്ക് കൊണ്ടുവന്നു. എന്താണോ ഇന്ത്യൻ ടീം ആഗ്രഹിച്ചത് അത് സുന്ദറിന് നേടിക്കൊടുക്കാൻ കഴിഞ്ഞില്ല. സുന്ദറിന്റെ തെറ്റല്ലായിരുന്നു. ഡീകോക്കിന്റെ വിക്കറ്റും റിക്കൾട്ടന്റെ വിക്കറ്റും ഇന്ത്യയുടെ പേസ് ബോളർമാർ എടുത്തായിരുന്നു. പിന്നെ നോക്കുവാണെങ്കിൽ സുന്ദറിന്റെ ആ ഒരു മാച്ചപ്പ് അവിടെ വർക്കായില്ല. സുന്ദറിന് വൈറ്റ് ബോൾ ക്രിക്കറ്റിനെക്കാട്ടി ഏറ്റവും കൂടുതൽ മാച്ച് ആവുന്നത് ടെസ്റ്റ് ക്രിക്കറ്റാണ്. ഇംഗ്ലണ്ടിലൊക്കെ നമ്മൾ സുന്ദറിന്റെ ഒരു പ്രകടനം കണ്ടിട്ടുള്ളതാണ്. ഇന്ന് നോക്കുവാണെങ്കിൽ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിൽ ഡിഫെൻഡ് ചെയ്യാൻ ഒരു 100 ബോളെങ്കിലും തികച്ച് കളിക്കാൻ കഴിയുന്ന ഒരു പ്ലെയറാണ് സുന്ദർ. ഇന്ത്യയുടെ ഒരു ഫ്യൂച്ചർ തന്നെയാണ്. നാളെ നല്ല നല്ല പ്രകടനങ്ങൾ സുന്ദറിന്റെ കയ്യിൽ നിന്നും വരട്ടെ. പിന്നെ ഗൗതം ഗംഭീർ എന്ന് പറഞ്ഞ ഇന്ത്യയുടെ ഹെഡ് കോച്ച് ഒരുപാട് പരിഹസിക്കപ്പെട്ടു, ഒരുപാട് നിന്ദിക്കപ്പെട്ടു, സ്വന്തം ജനങ്ങൾ ഒരുപാട് കളിയാക്കിയ മനുഷ്യൻ. ചാമ്പ്യൻസ് ട്രോഫി നേടിയതിൽ ഗൗതം ഗംഭീർ എന്ന ഹെഡ് കോച്ച്, T20 വേൾഡ് കപ്പ് നേടുന്നതിൽ ഗൗതം ഗംഭീർ എന്ന് പറഞ്ഞ ഹെഡ് കോച്ചിന്റെ പങ്ക് ഒരുപാട് വലുതാണ്. 50 ഓവർ ടെസ്റ്റ് ക്രിക്കറ്റിലൊക്കെ നമുക്ക് ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിക്കാമെങ്കിലും എന്തോ അയാൾക്ക് പറ്റിയ ഒരു ഫോർമാറ്റ് ആണെന്ന് തോന്നുന്നു. T20 മെന്ററായിട്ട് ഇന്ന് KKR കപ്പടിപ്പിക്കുന്നു. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി ഒരു സീനിയർ ആയിട്ടുള്ള പ്ലേയേഴ്സ് ഒന്നുമില്ല, ഉള്ള ടീമിനെ വെച്ചുകൊണ്ട് ടീമിന് ഒരു മെന്ററായിട്ട് കൂടെ ഇരുന്ന് കപ്പടിക്കാൻ സഹായിക്കുന്നു. ചില റോങ് ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ എടുത്തു, എന്നാൽ കറക്റ്റ് ടൈമിൽ ആ ഡിസിഷനൊക്കെ മാറ്റാൻ, ഈഗോകളൊക്കെ മാറ്റി വെക്കാൻ ഗൗതം ഗംഭീറിനും കഴിഞ്ഞു. അതിന്റെ റിസൾട്ട് ഇന്ത്യൻ ടീമിനും കിട്ടി, ഗൗതം ഗംഭീർ എന്ന് പറഞ്ഞ വ്യക്തിക്കും കിട്ടി. ഈ ഒരു വിജയം അയാൾക്ക് ഒരു മൈലേജ് കൊടുത്തു കുറച്ചു നാൾ മുമ്പോട്ട് പോകാൻ. സോ എന്നിരുന്നാലും നമ്മൾ ജയിച്ചു കയറാൻ കഴിഞ്ഞു. മൈറ്റി ഇന്ത്യൻസിന് എന്തായാലും അഭിനന്ദനങ്ങൾ. അനവധി ട്രോഫികൾ ഇനി 2027-ലും 2028-ലും 2029-ലും 2031-ലും ഇന്ത്യൻ ടീമിന് എടുക്കാൻ കഴിയട്ടെ.